സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്ന CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസിയുടെ പരാമർശത്തിന് മറുപടിയുമായി സമസ്ത അധ്യക്ഷനായ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സമസ്തയെ ശുദ്ധീകരിക്കാൻ ആർക്കും കരാർ കൊടുത്തില്ലെന്ന പരിഹാസ മറുപടിയാണ് ജിഫ്രി തങ്ങൾ നൽകിയിരിക്കുന്നത്. സമസ്തയെ ശുദ്ധീകരിക്കാൻ ഒരു കമ്പനി രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെയാണ് പരസ്യം കണ്ടത്. അത് ശുദ്ധീകരിക്കാൻ പുറത്തൊരു കമ്പനിക്ക് കരാർ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശുദ്ധീകരിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. പരസ്യം കൊടുത്തതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വേറെ വല്ല കമ്പനിയുമായി എഗ്രിമെന്റ് എഴുതിക്കൊള്ളൂ, സമസ്തയിലേക്ക് ആരും ശുദ്ധീകരണ പ്രക്രിയയുമായി വരേണ്ട. ഇതായിരുന്നു ജിഫ്രി തങ്ങളുടെ വാക്കുകൾ. മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അതാണ് വിലായത്തിന്റെ സ്വഭാവം. ആരിലുണ്ടാവണം? പണ്ഡിതന്മാരിലുണ്ടാവും, അമ്പിയാക്കന്മാരിൽ നിന്നും. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ തങ്ങൾ തന്നെ പറഞ്ഞത്, ലൗലിയക്കുരിൽ ഉലമാഹു ഔലിയാലില്ല ഫലൈസിലില്ലാഹി വലി. ആലിമീങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ അള്ളാഹു എനിക്ക് വലിയില്ല എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണെന്നല്ല. യഥാർത്ഥ ഒരു ആലിമിനുണ്ടാവേണ്ടത് വിലായത്തിൻ്റെ സ്വഭാവമാണ്. ഈ സ്വഭാവമുള്ളവരായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അവിടെ സ്ഥാപിച്ചവർ. അപ്പം അത്ര വിശുദ്ധന്മാർ സ്ഥാപിച്ച ഈ സംഘടനനെ അതിന് അവർ തന്നെ ഇപ്പോൾ പല ശുദ്ധീകരിക്കാനുള്ള പല കമ്പനികളും ഇറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പല കമ്പനിൻ്റെയും പരസ്യം കണ്ടില്ലേ, ഇപ്പോൾ സമസ്തയിൽ ശുദ്ധീകരണം നടത്തണം എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ വന്ന് ശുദ്ധീകരണം നടത്തി തരാം, ഞങ്ങളെ കമ്പനിക്ക് അതിൻ്റെ കോൺടാക്റ്റ് തന്നാളിയെന്നോ, അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കളി. എന്നിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആളാവശ്യമില്ല. കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ തൂപ്പുകാർ, മറ്റ് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ, പണിക്കാരൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. സമസ്തൻ്റെ ഓഫീസ് ശുദ്ധീകരിക്കാൻ അവിടെ പണിക്കാരുണ്ട്. അങ്ങനെ അതിൻ്റെ മറ്റുള്ള ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ, കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളുകളുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തൊരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കരാർ വ്യവസ്ഥയിലായി ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കണമില്ല. ഇപ്പോൾ നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ടിട്ട് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ശുദ്ധീകരിക്കേണ്ട ഒരു പണി അവിടെ ഇല്ലാത്തതുകൊണ്ടും ഒരു കോൺട്രാക്ടർ ഏതെങ്കിലും ഈ കോൺട്രാക്റ്റിങ് കമ്പനികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ടും അതിനെപ്പോൾ ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും അങ്ങനെ പരസ്യം കൊടുത്തതുകൊണ്ട് പറയാണ്, ആ പരസ്യം ഞങ്ങളോട് പറയണ്ടെന്ന്. അല്ലെങ്കിൽ വേറെ കമ്പനികളൊക്കെ നോക്കി അവരായിട്ട് എഗ്രിമെൻ്റ് ചെയ്തോളി, ഞങ്ങൾ സമസ്തരായിട്ട് അങ്ങനത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി എഗ്രിമെൻറ്റുമായി കൊണ്ട് ആരും വരണ്ട. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, അതിനെ അള്ളാഹുവിൻ്റെ മഹത്തുക്കളാവുന്ന ഉലമാ ഇവിടെ സ്ഥാപിച്ചതാണ്. അശുദ്ധി നിറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സമസ്തയിൽ നടക്കുന്നതെന്നും പൊതുസമൂഹം ഇക്കാര്യം നേരിട്ട് മനസ്സിലാക്കി വരികയാണെന്നും ഇതിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്നുമായിരുന്നു അബ്ദുൽ ഹക്കീം ഫൈസി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് പറഞ്ഞത്. സമസ്ത പുരോഗമന ശൈലികളോട് വൈമുഖ്യം കാണിക്കുന്നുണ്ട്. യാഥാസ്ഥിതിക മനോഭാവങ്ങളിൽ നിന്ന് മാറി പുരോഗമന ശൈലി ഉൾക്കൊള്ളുന്ന സമീപനം സ്വീകരിക്കണം. എല്ലാ തീവ്രവാദ നിലപാടുകൾക്കും എതിരായ വ്യക്തിയാണ് താനെന്നും സമസ്ത മുഷവറ അംഗം സലാം ബാഖവി നടത്തുന്ന പ്രചരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ഹക്കീം ഫൈസി പറയുകയുണ്ടായി. പാണക്കാട് കുടുംബത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായാണ് സാദിഖ് അലി തങ്ങൾക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. CICയുമായി ബന്ധപ്പെട്ട പരാതി ഇതുവരെ ചർച്ച ചെയ്യാൻ സമസ്ത തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിൽ സമസ്തയ്ക്ക് താല്പര്യമില്ലാത്തതുപോലെയാണ് അനുഭവപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി തവണ സമസ്ത നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടും മറുപടി ലഭിച്ചില്ലെന്നും അബ്ദുൽ ഹക്കീം ഫൈസി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പരിഹാസ മറുപടിയുമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്.